ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ആര്യൻ വന്ന് അനുമോൾ ആദില നൂറയുടെ അടുത്ത് വന്നിരുന്ന് കുറച്ചധികം തന്നെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആര്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് എനിക്ക് നിങ്ങളോട് പേഴ്സണലി പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇന്നലെ തന്നെ ആണെങ്കിലും നൂറ അന്ന് ഡ്യൂട്ടി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അക്ബർ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അക്ബറിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ അനുമോളുടെ കേസിലാണെങ്കിൽ കൂടി നെവിൻ്റെ ആ ഒരു വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെയാണെങ്കിലും ഞാൻ വന്നിട്ട് എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ വന്നിട്ട് അനുമോളെ പതിയെ കാലെ തോണ്ടി വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെൻ്റെ ക്വാളിറ്റിയാണ്. അതേസമയം നെവിനാണ് അങ്ങനെ വെള്ളം ഒഴിച്ചത് എന്നുള്ള രീതിയിൽ പറയുന്നു. നീയാണ് വെള്ളം എടുത്ത് കൊടുത്തിട്ടുള്ളത്, നീ കള്ളനാണ്, നീ തന്നെയാണ് വെള്ളം എടുത്ത് കൊടുത്തിട്ടുള്ളത്, ഇവനെ വിശ്വസിക്കരുതേ എന്നുള്ള രീതിയിൽ പറയുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ആര്യൻ ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നീ എന്തിനാണ് വേറെ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് ഇന്നത്തെ ആ ഒരു പാലിൽ ഇഷ്യൂ പറയാൻ വേണ്ടിയല്ലേ ഇവിടെ വന്നു, അത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ വീണ്ടും ആര്യനെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആര്യൻ്റെ സത്യസന്ധത തുറന്നു കാണിക്കുന്ന സമയത്ത് എണീറ്റ് പോകുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മേ ബി ചിലപ്പം ആര്യൻ മനസ്സിൽ വിചാരിക്കുന്നത് ആര്യൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ച് ആര്യൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വരുത്തി തീർത്ത് ഇപ്പം അങ്ങനെ അവരെയൊന്നും വിശ്വസിപ്പിക്കുകയാണെങ്കിൽ ആര്യൻ മേ ബി ചിലപ്പം അടുത്ത ആഴ്ചത്തേക്കുള്ള നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടും. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ജയിൽ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടും. അടുത്ത ആഴ്ചയൊക്കെ ചിലപ്പോൾ എല്ലാവരും നോമിനേഷനിൽ വരുമായിരിക്കാം, പക്ഷേങ്കിൽ ജയിൽ നോമിനേഷനിൽ രക്ഷപ്പെടും എന്നുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ആണോ എന്നറിയില്ല. ആര്യൻ വന്ന് കുറച്ചധികം തന്നെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊന്നും തന്നെ നോക്കാതെ നീ കള്ളനാണ്, നീ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ആദില നൂറ എന്ന് പറഞ്ഞ് ആര്യൻ്റെ അടുത്ത് നിന്ന് എണീറ്റ് പോകുന്ന അനുവിനെ നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു.